നമസ്കാരം, കേരള ടെക് വേൾഡിൻ്റെ പുതിയൊരു എപ്പിസോഡിലേക്ക് സ്വാഗതം. കീവിൻ്റെ ഓപ്ഷൻ എൻട്രി സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. നിങ്ങളെല്ലാം ഭയങ്കരമായിട്ട് വെയിറ്റ് ചെയ്തിരിക്കുന്ന ഓപ്ഷൻ എൻട്രി സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. ഈ ഒരു ഓപ്ഷൻ എൻട്രി അവസാനിക്കാനുള്ള ലാസ്റ്റ് ഡേറ്റ് എന്ന് പറയുന്നത് ഓഗസ്റ്റ് 5 രാവിലെ 11 മണി വരെയാണ്. അതുകൊണ്ട് തന്നെ ഓഗസ്റ്റ് 5 രാവിലെ 11 മണിക്ക് മുമ്പ് തന്നെ എല്ലാവരും തന്നെ നിങ്ങളുടെ കാൻഡിഡേറ്റ് പോർട്ടലിൽ കയറിയിട്ട് ഓപ്ഷൻ രജിസ്ട്രേഷൻ ചെയ്യാനുള്ള സൗകര്യം ഒരുക്കിയിട്ടുണ്ട്. ഈ ഒരു ഓപ്ഷൻ രജിസ്ട്രേഷനായിട്ട് നിങ്ങൾക്ക് ചിലവാകുന്നത് 2000 രൂപയാണ്. ഇനി SC ST അതുപോലെ തന്നെ അതർ എലിജിബിൾ കാറ്റഗറി, അതുപോലെ തന്നെ ജുവനൈൽ ഹോം, നിർഭയ ഹോം, അതുപോലെ തന്നെ ശ്രീചിത്ര ഹോമിലെ കാൻഡിഡേറ്റ്സ് ആണ് നിങ്ങളെന്നുണ്ടെങ്കിൽ നിങ്ങൾ 500 രൂപ അടച്ചാൽ മതിയാവും. ഇനി ഈ ഒരു 2000 റുപ്പീസ് അടയ്ക്കുന്ന സ്റ്റുഡൻസിൻ്റെ പ്രത്യേക ശ്രദ്ധയ്ക്ക് ഈ ഒരു പൈസ നിങ്ങൾ പേടിക്കേണ്ട കാര്യമില്ല. നിങ്ങൾക്ക് അഡ്മിഷൻ കിട്ടിക്കഴിഞ്ഞാൽ അത് ട്യൂഷൻ ഫീസിലേക്ക് വകയിരുത്തപ്പെടും. ട്യൂഷൻ ഫീസിലേക്ക് അത് അടയ്ക്കപ്പെടും. ഇനി ഈ ഒരു 500 രൂപ അടച്ചവരുടെ കേസ് പറയുകയാണെന്നുണ്ടെങ്കിൽ അത് നിങ്ങൾ അഡ്മിറ്റ് ആവുന്ന കോളേജിൽ കോഷൻ ഡെപ്പോസിറ്റ് ആയിട്ട് വകയിരുത്തപ്പെടും. ഇനി സപ്പോസ് നിങ്ങൾക്ക് ഈ ഒരു അഡ്മിഷൻ ലഭിച്ചില്ല എന്നുണ്ടെങ്കിൽ, നിങ്ങൾ അലോട്ട്മെൻറ്റിന് പങ്കെടുത്തു, നിങ്ങൾക്ക് അഡ്മിഷൻ ലഭിച്ചില്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾ അടച്ച പൈസ, ആരടച്ച പൈസയാണെങ്കിലും അത് തിരിച്ചു തന്നിരിക്കും. ഇനി നിങ്ങൾക്ക് അഡ്മിഷൻ കിട്ടി പക്ഷേ നിങ്ങൾ അഡ്മിഷൻ എടുക്കുന്നില്ല എന്നുണ്ടെങ്കിൽ അത് പെനാൽറ്റി ആയിട്ട് കണക്കാക്കി ഈ ഒരു 2000 രൂപ പെനാൽറ്റി ആയിട്ട് കണക്കാക്കി അവരുടെ അക്കൗണ്ടിലേക്ക് വകയിരുത്തപ്പെടും. ഇനി നെക്സ്റ്റ് പറയാനുള്ളത് നമ്മുടെ ഈ ഒരു ട്രയൽ അലോട്ട്മെൻറ്റിനെ കുറിച്ചിട്ടാണ്. ഇതിൻ്റെ ഒരു ഒരു ട്രയൽ അലോട്ട്മെൻറ്റ് വരുന്നതെന്ന് പറയുന്നത് 4/8/2024 ഓഗസ്റ്റ് 4 ട്രയൽ അലോട്ട്മെൻറ്റ് വരുന്നതെന്നാണ് പറഞ്ഞിരിക്കുന്നത്. സോ അപ്പോൾ തന്നെ നിങ്ങൾക്ക് ട്രിക്ക് മനസ്സിലായിക്കാണ്. അതായത് 5 വരെ നിങ്ങൾക്ക് ഓപ്ഷൻ രജിസ്റ്റർ ചെയ്യാനുള്ള അവസരമുണ്ട്. പക്ഷേ 4 ട്രയൽ അലോട്ട്മെൻറ്റ് വരും. അതായത് ആ ഒരു ട്രയൽ അലോട്ട്മെൻറ്റ് വരുമ്പോഴേ നിങ്ങൾക്ക് മനസ്സിലാവും നിങ്ങൾക്ക് ഏകദേശം ഏതൊരു കോളേജിൽ കിട്ടാനുള്ള ചാൻസ് ഉണ്ടെന്ന്. നമ്മൾ ഓൾറെഡി ഒരുപാട് കോളേജിൻ്റെ ലാസ്റ്റ് റാങ്ക് ഡീറ്റെയിൽസും എത്ര റാങ്ക് കിട്ടി ആ കോളേജിൽ കിട്ടുമെന്നുള്ളൊരു ഏകദേശ ധാരണയിൽ വീഡിയോസ് ചെയ്തിട്ടുണ്ട്. അതിൻ്റെ ഒരു പ്ലേലിസ്റ്റ് നമ്മൾ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. അതിൻ്റെ ലിങ്ക് താഴെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിട്ടുണ്ട്. നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ അതൊന്ന് ചെക്ക് ചെയ്യാവുന്നതാണ്. സോ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നോക്കിയിട്ട് നിങ്ങൾക്ക് ട്രയൽ അലോട്ട്മെൻറ്റ് കിട്ടുമ്പോൾ തന്നെ മനസ്സിലാകും ഏതൊക്കെ കോളേജിലായിരിക്കും എനിക്ക് കിട്ടാൻ ചാൻസ് കൂടുതലെന്ന്. അതനുസരിച്ചിട്ട് നിങ്ങൾക്ക് ഓപ്ഷൻ റീഅറേഞ്ച് ചെയ്യാനൊക്കെ പറ്റും, തീർച്ചയായിട്ടും പറ്റും. അപ്പം 5 ലാസ്റ്റ് ഡേറ്റ്. ഈ വരുന്ന ഓഗസ്റ്റ് 5 ഓപ്ഷൻ രജിസ്ട്രേഷൻ ചെയ്യാനുള്ള ലാസ്റ്റ് ഡേറ്റ്. 4 ട്രയൽ അലോട്ട്മെൻറ്റ് വരും. അതിനുശേഷം ട്രയൽ അലോട്ട്മെൻറ്റിന് ശേഷം 8 ആയിരിക്കും ഫസ്റ്റ് അലോട്ട്മെൻറ്റ് വരുന്നത്. ഈ ഒരു 8 ഫസ്റ്റ് അലോട്ട്മെൻറ്റ് വന്നു കഴിഞ്ഞാൽ നിങ്ങൾ അലോട്ട്മെൻറ്റ് മെമ്മോയിൽ ഒരു ഫീസ് പറഞ്ഞിരിക്കും. ഫസ്റ്റ് അലോട്ട്മെൻറ്റിന് ശേഷമുള്ള കാര്യമാണ് പറയുന്നത്. ഫസ്റ്റ് അലോട്ട്മെൻറ്റിന് ശേഷം നിങ്ങൾക്ക് അലോട്ട്മെൻറ്റ് മെമ്മോയിൽ ഒരു ഫീസ് കാണിക്കും. ആ ഒരു ഫീസ് നിങ്ങൾ ഓൺലൈനായിട്ട് അടയ്ക്കേണ്ടതായിട്ട് വരും. ഈ ഒരു പ്രത്യേകത, ഈ ഒരു ഓപ്ഷൻ രജിസ്ട്രേഷൻ ഫീസ്, അതുപോലെ തന്നെ ഈ ഒരു ഫസ്റ്റ് അലോട്ട്മെൻറ്റ് സമയത്ത് അടയ്ക്കേണ്ട അലോട്ട്മെൻറ്റ് മെമ്മോയിൽ മെൻഷൻ ചെയ്ത ഫീസ്, ഇതെല്ലാം തന്നെ നിങ്ങൾക്ക് ഓൺലൈനായിട്ട് അടയ്ക്കാം, അല്ലെങ്കിൽ കേരളത്തിലെ പ്രമുഖമായിട്ടുള്ള ഹെഡ് പോസ്റ്റ് ഓഫീസുകൾ വഴി അയക്കാം. ഈ ഒരു ഹെഡ് പോസ്റ്റ് ഓഫീസിൻ്റെ ലിസ്റ്റ് സിയുടെ ഈ ഒരു പ്രോസ്പെക്ടസിൽ കൊടുത്തിട്ടുണ്ട്. പക്ഷേ മിക്കവരും ഓൺലൈനായിരിക്കും പ്രിഫർ ചെയ്യുന്നത്. സോ ഓൺലൈനായിട്ട് തന്നെ അടയ്ക്കാനായിട്ട് ശ്രദ്ധിക്കുക. അപ്പോൾ പെട്ടെന്ന് കാര്യങ്ങളൊക്കെ നടക്കും. അപ്പോൾ അതുപോലെ തന്നെ ഈ ഒരു സീറ്റ് റിസർവേഷൻ തീർച്ചയായിട്ടും ഈ ഒരു അലോട്ട്മെൻറ്റിനുണ്ട്. ആ ഒരു സീറ്റിൻ്റെ റിസർവേഷൻ ഡിസ്ട്രിബ്യൂഷൻ നമ്മൾ ഓൾറെഡി ഒരു വീഡിയോ ചെയ്തിരുന്നു. അത് നിങ്ങൾക്ക് റെഫർ ചെയ്യാവുന്നതാണ്. അത് താഴെ ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിരിക്കാം. വേണമെന്നുണ്ടെങ്കിൽ അതൊന്ന് നോക്കാവുന്നതാണ്. സോ വീഡിയോ യൂസ്ഫുൾ ആയെന്ന് കരുതുന്നു. യു ആർ വാച്ചിങ് കേരള ടെക് വേൾഡ്, സൈനിങ് ഔട്ട്.